ഓ, നീ വന്നു അല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? എന്നെ തനിച്ചാക്കല്ലേ, കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കായിരുന്നു. അതൊരു ചതിയായിപ്പോയി. വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത്. ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വലിയ വക്കീൽ എന്നെ തല്ലി. ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പോ പറയാ, നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോളാം കുഞ്ഞിക്കണ്ണാന്ന്. അതൊരു വലിയ കാര്യം തന്നെ കുഞ്ഞിക്കണ്ണ. ആ, ഒന്നും മിണ്ടാതെയും പറയാതെ എങ്ങോട്ടാ പോയത്? കുറ്റിപ്പുറത്ത് നാണുമ്മാന്റെ ചാത്തം. പോകുന്ന വഴിക്ക് തോണി മറിഞ്ഞു, വരുന്ന വഴിക്ക് ബസ് അപകടം. ബാക്കിയുള്ളവന്റെ തലവിധി അല്ലാണ്ട് എന്ത് പറയാൻ? വാ. വക്കീലേ, വക്കീലേ. വക്കീലിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അയ്യോ, കാണാനില്ലാന്നോ? നിങ്ങൾ അറിയണ്ട അങ്ങേരെ എവിടെ പോവാൻ? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ. തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. ഈശ്വര, വക്കീലിനെ തട്ടിക്കഴിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. കുഞ്ഞിക്കണ്ണൻ എവിടെയായിരുന്നു? അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം, ഇങ്ങോട്ട് വരുമ്പോ തോണി മറിഞ്ഞ്. നാണുമാമന്റെ ചാത്തേ കുച്ചിപ്പുറത്ത്. അല്ല, വക്കീൽ ഇത് എവിടെയായിരുന്നു? ഇന്നലെ ആ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയല്ലോ. കുഞ്ഞിക്കണ്ണ, കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക്. വെള്ളവും ചൂടാക്കിക്കോ, ഒന്ന് കുളിക്കണം. ചെല് ചെല് ചെല്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഡയറക്ടർ കൊണ്ട് തീരുമാനമാണ്. ടെർമിനേഷൻ നോട്ടീസ് തന്നാൽ അത് മാറ്റിട്ട് പോവുക. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ സർ? കാരണം എന്തെങ്കിലും ഉണ്ടാവുന്ന കൂട്ടിക്കോളൂ. അതറിഞ്ഞാലേ എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് മാനസയുടെ ഒരു തെറ്റ്. ഈ പത്രത്തിന് മാനസയുടെ സേവനം വേണ്ടാന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക, അത്ര തന്നെ. എങ്കിലും ഇത്ര നാളെ ഈ പത്രത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതല്ലേ? അതൊക്കെ എനിക്കറിഞ്ഞൂടെ? ഇതുകൊണ്ടൊന്നും തന്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. മാനസയ്ക്ക് കഴിവും അത് ഉപയോഗിക്കാനുള്ള ധൈര്യമുണ്ട്. അവസരങ്ങൾ താനേ വന്നോളും. ധൈര്യമായിരിക്കും. എന്തായി? കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ വിഷമത്തോടെ പോയത്. അത് സാരമില്ല. വാസ്തവത്തിൽ മാനസ് നമ്മുടെ സ്ഥാപനത്തൊരു അസറ്റായിരുന്നു. വാര്യർക്ക് അറിയാമല്ലോ, ഇത് എന്റെ മാത്രം താല്പര്യമല്ല. ഇനി അവളിവിടെ വർക്ക് ചെയ്താൽ അത് ഈ സ്ഥാപനത്തിന് തന്നെ അപകടമാണ്. ഒരു ജേർണലിസ്റ്റിനേക്കാൾ നമുക്ക് ആവശ്യം നമ്മുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ബെൻ നരേന്ദ്രനെ പരോളിലിറക്കി തന്റെ ജോലി പോയി കിട്ടി അല്ലേ? അന്ന് കാര്യകാരണങ്ങൾ നിരത്തി താൻ എനിക്കൊരു പാലം തീർത്തന്നില്ലേ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ല. ഇപ്പൊ എന്തായി? ഇതുകൊണ്ടാണ് പുറം ലോകത്തേക്ക് ഞാനില്ലെന്ന് പറഞ്ഞത്. ജയിലിനകത്തുള്ളവരെ നമുക്ക് തിരിച്ചറിയാം. കുറ്റവാളികളെന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ് അവർ. പക്ഷെ പുറത്തുള്ളവരോ? ചിരിച്ച മുഖവുമായി വന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ക്രിമിനൽസ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഏതായാലും ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഇന്റർവ്യൂ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ ശല്യം ചെയ്യില്ല. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഈ നാട്ടിൽ വേറെയും പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒരുവിധം നന്നായി 4 അക്ഷരം കൂട്ടി എഴുതാനാവോ എന്നുള്ള അഹങ്കാരമുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഫീച്ചർ എഴുതി പേരെടുക്കാൻ ഉദ്ദേശമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില വാരികളെയും മാസികളെയും മാതൃകയാക്കുന്നതാണ് നല്ലത്. ആത്മഹത്യ, കത്തിക്കുത്ത്, ഒളിച്ചോട്ടം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. എന്നെ പോലെ ഒരാളെ പറ്റി അറിയാൻ ആർക്കാ താല്പര്യം? താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ എന്നെ വിടാൻ ഉദ്ദേശമില്ല. ശരിക്കും ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ? തുറന്നു പറയണം. തുറക്കാനും അടയ്ക്കാനും ഒന്നും എനിക്ക് സമയമില്ല. തിരിച്ചു പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്റെ മനസ്സിൽ പല പദ്ധതികളും ഉണ്ട്. പരോള് നീട്ടാനായിരിക്കും. വേണ്ട, ഇപ്പൊ തന്നെ ദിവസങ്ങൾ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നു. അതല്ല, ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ശ്രമം. ബെൻ നരേന്ദ്രന് കിട്ടിയ അവാർഡ് അപ്രധാനമായ ഒന്നല്ല. മന്ത്രിമാരിലും ഉദ്യോഗസ്ഥന്മാരിലും സഹൃദയത്വമുള്ളവർ കാണുമല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാ ഇതൊക്കെ സാധിക്കുമെന്നായിരിക്കും. ഇത് മാത്രമല്ല, ജനുവിന്റെ മരണത്തെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാക്കണം. മിസ്റ്റർ ജോൺ സക്രിയെ പോലുള്ള സാക്ഷികളുള്ളപ്പോ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. മാനസ ഒരു സാധാരണ പെൺകുട്ടിയല്ല.
പുസ്തകത്തിന്റെ റോയൽറ്റി ബാക്കി വരാനുണ്ടായിരുന്നതാ. ഇതോടെ ഈ എഡിഷന്റെ പൂർത്തിയായി. അടുത്ത എഡിഷൻ പ്രിന്റിംഗ് തുടങ്ങാത്രേ. ഞാൻ പറയുന്നത് താനൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എഴുതാവുന്നിടത്തോളം എഴുതുക, പുസ്തകാക്കുക. പുറത്തിറങ്ങുമ്പോഴേക്കും നല്ലൊരു തുക ബാങ്ക് ബാലൻസ് കാണും. വക്കീൽ വേറൊന്നും പറയാനില്ലേ? എന്നാ വേണ്ട. അപ്പൊ ഈ കാശ് എന്ത് ചെയ്യണം? ബാങ്കിലിടണോ അതോ ഡ്രസ്സുകൾ എന്തെങ്കിലും വാങ്ങിക്കണം? ചികിത്സയ്ക്കും മരുന്നിനൊക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ശരിക്കും വഴിമുട്ടിപ്പോയി. അതുകൊണ്ടാ. ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. മാനസ് ഒറ്റയ്ക്ക് നീ അങ്ങ് പോകണ്ട. അപകട മരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ്. ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. നമ്മുടെ സക്കറിയ സാർ മരിച്ചുപോയി.